Our next chapter is the Consumer Protection Act 1986. അപ്പോൾ നമുക്ക് നോക്കാനുള്ളത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഒരു ഇൻട്രൊഡക്ഷൻ തരാം. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ദ ഡെഫിനേഷൻസ് ഉണ്ട്. കുറേ ടേംസിൻ്റെ ഡെഫിനേഷൻസ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ കൺസ്യൂമർ റിഡ്രസൽ കൗൺസിൽസ് എന്ന് പറഞ്ഞിട്ട് പഠിക്കാനുണ്ട്, ഏതൊക്കെയാണെന്നുള്ളത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ വരുന്നത്. നമുക്ക് ആദ്യം എന്താണെന്ന് നോക്കാം. The Consumer Protection Act was enacted in 1986 to provide better protection to the interest of consumers. അതായത് the primary objective of this act is the establishment of consumer councils and other authorities for the settlement of കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ്. അതായത് കൺസ്യൂമേഴ്സായ നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള കൺസ്യൂമർ കൗൺസിൽസ് അല്ലെങ്കിൽ അതർ അതോറിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക ആൻഡ് ദെയർ ബൈ പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി കൺസ്യൂമേഴ്സ്. ദാറ്റ് വാസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് ആക്ട്. So this act came into effect first on December 20. This act came into force on December 24th, 1986, after being passed by Indian Parliament and signed by the President. And it was modified later on, and the modifications came into effect on March 15th, 2003. അതിൻ്റെ ശേഷം അമെൻമെൻറ്റ്സ് വന്നിട്ടുണ്ട്. സോ ദിസ് ആക്ട് ഇസ് അപ്ലിക്കബിൾ ടു ഓൾ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ. അപ്പോൾ ഈ ആക്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദിസ് ആക്ട് ഇസ് റിഗാർഡഡ് ആസ് എൻ ഇമ്പോർട്ടൻറ്റ് മൈൽ സ്റ്റോൺ ഇൻ ദ ഹിസ്റ്ററി ഓഫ് സോഷ്യോ എക്കണോമിക് ലെജിസ്ലേഷൻ ഇൻ ദ കൺട്രി. But the law relating to consumer protection is one of the most progressive and dynamic piece of legislation enacted for the protection of consumer rights. പിന്നെ നോക്കാനുള്ളത് ദ ആക്ട് മേക്സ് പ്രൊവിഷൻസ് ടു ഇൻക്ലൂഡ് ബോത്ത് ടാഞ്ചിബിൾ ഗുഡ്സ് ആൻഡ് ഇൻടാഞ്ചിബിൾ സർവീസസ്. മൊത്തമായിട്ട് ഇതിനെ നമ്മൾ പ്രോഡക്റ്റ് എന്നാണ് പറയാൻ പോണത് ഈ ആക്ടിൽ. പർച്ചേസ് ഫ്രം എ ട്രേഡർ ഓർ സർവീസ് പ്രൊവൈഡർ. Then the act can apply to any consumer who uses the product for non-commercial activities. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ നോൺ കമേഴ്ഷ്യൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ഗുഡ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതെല്ലാം ഏതിൽ വരുന്നതാണ്? കൺസ്യൂമേഴ്സിൽ വരുന്നതാണ്. കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ദ അൾട്ടിമേറ്റ് യൂസർ ഓഫ് ദ പ്രോഡക്റ്റ്. പിന്നെ ദ ആക്ട് എക്സ്ക്ലൂഡ്സ് കമേഴ്ഷ്യൽ കസ്റ്റമേഴ്സ് ഫുള്ളി. കമേഴ്ഷ്യൽ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ കച്ചവടത്തിന് വേണ്ടിയിട്ട് വാങ്ങുന്ന ആളുകളുണ്ടല്ലോ, കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് ഗുഡ്സ് പർച്ചേസ് ചെയ്യണേ അവരെ നമ്മൾ കൺസ്യൂമേഴ്സ് എന്ന് പറയില്ല. ഓക്കെ, അപ്പം ആ ആളുകളൊന്നും ഏത് പരിധിയിൽ വരുന്നില്ല? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ വരുന്നില്ല. ബട്ട് ഇൻക്ലൂഡ്സ് ഇൻഡിവിജ്വൽ ഡൊമസ്റ്റിക് കസ്റ്റമേഴ്സ്, ഗ്രൂപ്പ് ഓഫ് ഡൊമസ്റ്റിക് കസ്റ്റമേഴ്സ്, സൊസൈറ്റീസ് ആൻഡ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്. അവരെല്ലാം ഈ കൺസ്യൂമേഴ്സ് എന്നുള്ള ഒരു ഡെഫിനേഷനിൽ വരാൻ പോകുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ചിട്ട്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദിസ് ആക്ട് നോക്കാം. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഇസ് ടു പ്രൊട്ടക്ട് ദ കൺസ്യൂമേഴ്സ് ഫ്രം ഇമ്മോറൽ ആക്ടിവിറ്റീസ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ഓഫ് ദി ട്രേഡേഴ്സ്. കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള എല്ലാ മാൽ പ്രാക്ടീസസെന്നും. ദെൻ ടു പ്രൊട്ടക്റ്റ് ആൻഡ് പ്രൊമോട്ട് ദ റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന് എന്തൊക്കെ അവകാശങ്ങളുണ്ടോ അതൊക്കെ നേടിക്കൊടുക്കുക, അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് വേറൊരു ഒബ്ജക്റ്റീവ് പറയുന്നത്. Then to set up consumer protection councils to educate the consumers and to make them aware of their rights. കൺസ്യൂമേഴ്സിന് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ട്, അവരുടെ അവകാശങ്ങൾ എന്തൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ചിട്ടൊരു അവെയർനെസ് കൊടുക്കുക. എങ്ങനെ? ബൈ സെറ്റിംഗ് അപ്പ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽസ്. ദിസ് ഈസ് അനദർ ഒബ്ജക്റ്റീവ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. Then to redress disputes of the consumers and matters connected with them speedily. അതേമാതിരി എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവുകയാണെങ്കിൽ അതിന് പെട്ടെന്ന് പരിഹാരം കാണാനുള്ള മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കുക. ആൻഡ് ടു മേക്ക് പ്രൊവിഷൻ ഫോർ ക്വാസി ജുഡീഷ്യൽ മിഷനറി ടു കൺട്രോൾ മാർക്കറ്റിംഗ്. അതായത് മാർക്കറ്റിംഗ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ടാക്കുക ഫോർ ക്വാസി ജുഡീഷ്യൽ മിഷനറി. ഓക്കെ, ഇനി സൈലൻറ്റ് ഫീച്ചേഴ്സ് നോക്കുന്ന സമയത്ത് ദ ആക്ട് എയിം ടു പ്രൊവൈഡ് ബെറ്റർ ആൻഡ് ഓൾ റൗണ്ട് പ്രൊട്ടക്ഷൻ ടു കൺസ്യൂമേഴ്സ്. Then in terms of geographical application, it applies to all of India except the state of Jammu and Kashmir. Then it applies to all goods and services unless otherwise expressly notified by central government. Then it provides effective safeguards to the consumers against different types of exploitation, such as defective goods, unsatisfactory services or
unfair trade practices. Then it is indeed a very unique and highly progressive piece of social welfare legislation and is acclaimed as the Magna Carta of Indian consumers. Okay, അപ്പോൾ these are the features of Consumer Protection Act. ഇനി നമുക്ക് കുറച്ച് ഡെഫിനേഷൻസ് ആണ് ഇതിൽ കാര്യമായിട്ട് വരുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഹൂസ് എ കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ. കൺസ്യൂമർ എന്നുള്ളത് നിങ്ങളത് തേർഡ് പോയിൻ്റ് ആയിട്ടാണ് തന്നത്. കൺസ്യൂമർ ആസ് പെർ സെക്ഷൻ 2(1)(d), consumer means any person buys any goods for a consideration which has been paid or promised or partly paid and partly promised or under any system of deferred payment. Deferred payment എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ കൊടുക്കാമെന്നുള്ള പറഞ്ഞിട്ടുള്ള എഗ്രിമെൻറ്റ്. അപ്പം ഗുഡ്സ് വാങ്ങുന്ന ആളുകളെയാണ്. ഈ ഗുഡ്സ് വാങ്ങുക എന്ന് പറയുമ്പോൾ ഫ്രീ ആയിട്ടല്ല, ഒരു കൺസിഡറേഷൻ അവിടെ നിർബന്ധമാണ്. ഈ കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്, ചിലപ്പം ഉടനെ തന്നെ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്കും പ്രോമിസ് ടു പേ ആണ്, അല്ലെങ്കിൽ പാർട്ട്ലി പെയ്ഡ് ആൻഡ് പാർട്ട്ലി പ്രോമിസ് ടു പേ, അല്ലെങ്കിൽ ഡെഫേർഡ് പേയ്മെൻറ്റ് സിസ്റ്റം ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട്. ഇങ്ങനെയൊക്കെ ഏതെങ്കിലും രീതിയിൽ ഗുഡ്സ് വാങ്ങുന്നു ഫോർ എ കൺസിഡറേഷൻ, ആ ആളെയാണ് കൺസ്യൂമർ എന്ന് പറയാം. അപ്പോൾ കൺസ്യൂമർ മീൻസ് ഹൂ ബൈസ് എനി ഗുഡ്സ് ഫോർ എ കൺസിഡറേഷൻ വിച്ച് ഹാസ് ബീൻ പെയ്ഡ് ഓർ പ്രോമിസ്ഡ് or partly paid or partly promised or under a system of deferred payment. രണ്ടാമത്തെ പോയിന്റ് പറയുന്നതാണ് hires or avails of any services for a consideration which has been paid or promised or partly paid and partly promised or under any system or of deferred payment. സിസ്റ്റം ഓഫ് എന്നാണ്, ഓർ എന്നാണ് അവിടെ ഉള്ളത്, കറക്റ്റ് ചെയ്തോളാം. ഓക്കെ, അപ്പം ഒന്നാമത്തേത് പറയുന്നത് ബൈ എനി ഗുഡ്സ് ഓർ സർവീസസ് എന്ന് പറയുന്നത്. സെക്കൻഡ് പറയുന്നത് സർവീസാണ്, ഹയേഴ്സ് ഓർ അവെയിൽസ് ഓഫ് എനി സർവീസസ്. അപ്പോൾ അങ്ങനെ ഒരു കൺസിഡറേഷന് ഗുഡ്സ് വാങ്ങുമോ അല്ലെങ്കിൽ സർവീസ് അവെയിൽ ചെയ്യുകയാണെങ്കിൽ അവിടെ കൺസിഡറേഷൻ ഇസ് എ മസ്റ്റ്. അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൺസ്യൂമർ എന്ന് പറയും. ഓക്കെ, ആ ഡെഫിനേഷൻ പഠിച്ചു വെക്കുക. Then second definition is complaint. Complaint എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് മീൻസ് എനി അലിഗേഷൻ ഇൻ റൈറ്റിംഗ് മെയ്ഡ് ബൈ എ കംപ്ലെയിനൻറ്റ്. കംപ്ലെയിനൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരാതിക്കാരൻ. അപ്പോൾ പരാതിക്കാരൻ കൊടുക്കുന്ന ഒരു പരാതി, അലിഗേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കംപ്ലെയിൻറ്റ് എന്ന് പറയാം. അപ്പോൾ ഈ കംപ്ലെയിൻറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെ ആവാം, എന്തിനൊക്കെ പറ്റിയിട്ടാവാം എന്നുള്ളതാണ് 1 by 1 ആയിട്ട് പറയുന്നത്. ഇറ്റ് മീൻസ് എനി അലിഗേഷൻ ഇൻ റൈറ്റിംഗ് മെയ്ഡ് ബൈ എ കംപ്ലെയിനൻറ്റ് that an unfair trade practice or a restrictive trade practice has been adopted by any trader or service provider. ഒരു ട്രേഡർ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡർ എന്തെങ്കിലും ഒരു റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് ഫോളോ ചെയ്യുന്നുണ്ട്, അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞും കൊണ്ടുള്ള ഒരു കംപ്ലൈൻറ്റ് ആവാം. സെക്കൻഡ്, the goods bought by him or agreed to be bought by him suffers from any one or more defect. അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചിട്ടുള്ള കംപ്ലൈൻ്റ് ആവാം, ഒരാൾ വാങ്ങിയിരിക്കുന്ന ഗുഡ്സിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞും കൊണ്ടുള്ള ഒരു എലിഗേഷൻ ആവാം. ഇനി the services hired or availed or of agreed to be hired or availed of by him suffers from deficiency in respect. സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് ഗുഡ്സിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെന്നാവാം. തേർഡ് പോയിന്റിൽ പറയുന്നത് എന്താ വെച്ചാൽ സർവീസസ് എന്തെങ്കിലും അവെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടാവുക. Then a trader or service provider, as the case may be, has charged for the goods or for the services mentioned in the complaint a price in excess of the price. അതായത് ചാർജ് ചെയ്ത പ്രൈസ് എന്ന് പറയുന്നത് എങ്ങനെയാവാം, ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ പാക്കറ്റ്സിലൊക്കെ MRP ഉണ്ടാവും. അപ്പോൾ അതിനേക്കാട്ടും കൂടുതൽ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ പ്രൈസ് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഒരു കംപ്ലൈൻ്റ് ആയിട്ട് നമുക്ക് ഫയൽ ചെയ്യാം. Then goods or services which will be hazardous to life and safety when used or being offered for sale to the public. പബ്ലിക്കിന് എങ്ങനെയുള്ള ഗുഡ്സ് ഓഫർ ചെയ്യുക, ഹസാഡസ് ആയിട്ടുള്ള എന്തെങ്കിലും അപകട രീതിയിലുള്ള ഗുഡ്സോ നമ്മളെ അങ്ങനെയുള്ള എന്തെങ്കിലും ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഗുഡ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അതിനെക്കുറിച്ചിട്ടുള്ള കംപ്ലൈൻ്റ് ആവാം. അപ്പോൾ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയാണെന്ന് മനസ്സിലാക്കി വെക്കുക. എനി അലിഗേഷൻ ഇൻ റൈറ്റിംഗ് മെയ്ഡ് ബൈ കംപ്ലൈനൻറ്റ്. ഓക്കെ.